വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ 1987 ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നതോടെ മുന്നണികളുടെയും ചങ്കിടിപ്പ് ഏറി. തുടർഭരണ പ്രതീക്ഷയിലാണ് LDF. UDF തരംഗം ഉണ്ടായാൽ 100 സീറ്റ് കിട്ടുമെന്നാണ് UDF ക്യാമ്പുകളുടെ വിലയിരുത്തൽ. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80 സീറ്റിലധികം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നും UDF വിലയിരുത്തുന്നു. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് LDF കരുതുന്നത്. ചുരുങ്ങിയത് 3 സീറ്റിലെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗാണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ്. SIR-ന് ശേഷമുള്ള ആദ്യ ബലപരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്കുകൂട്ടലിലുമാണ് മുന്നണികൾ. ആലപ്പുഴ ജില്ലയിലും കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചേർത്തലയിലാണ്. ഏറ്റവും കുറവ് മാവേലിക്കരയിലും. കൊല്ലം ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പുനലൂരിലാണ്. എന്തായാലും മുന്നണികൾ കണക്കുകൂട്ടലുകൾ തുടരുകയാണ്. ഈ കണക്കുകൂട്ടലുകൾ മെയ് 4-ന് ഫലം വരുന്നതുവരെ തുടരും. ന്യൂസ് ഡെസ്ക്.